ഓക്കെ, സ്റ്റാർട്ട്. മിഷൻ സാഗാസിറ്റി പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്നേഹവന്ദനം കർത്താവിൽ അറിയിക്കുന്നു. നമുക്കിന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി ചരിത്രപരമായിട്ടും നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. അതിനോടുള്ള ബന്ധത്തില് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തൻ്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കണ്ടത് യോസേഫിനെ അറിയാത്ത പുതിയൊരു തലമുറ. യോസേഫിനെ അറിയാത്ത തലമുറ, അപ്പൊ ഇതെന്താ എങ്ങനെ പറയുന്നത്? നമ്മൾ അപ്പോൾ ആ ചരിത്ര പശ്ചാത്തലങ്ങൾ അല്പം ഒന്ന് ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാണ്. ദൈവം, എബ്രായരുടെ ദൈവം എപ്പോഴും ഓരോ വ്യക്തികളിൽ കൂടെയാണ് പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നതും ആ വ്യക്തിയിൽ കൂടെയാണ് ലോകത്തെ ദൈവത്തിന് പരിചയപ്പെടുത്താനും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുവേ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പുതിയൊരു തലമുറ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടത്തെ കാലങ്ങൾ പറഞ്ഞാല് അല്ലെങ്കിൽ പണ്ടത്തെ ആഗ്രഹങ്ങളൊക്കെയും അവര് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയോട് പറയുമ്പോൾ പലർക്കും അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഇത് ഒരു മനുഷ്യരുടെ രോഗം. അപ്പൊ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് പലർക്കും പല കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല, ചരിത്രപരമായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് ഇന്നത്തെ കാലത്ത് ദൈവത്തെയും വേണ്ട വിധത്തിൽ പരിചയമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം വേണ്ട വിധത്തിൽ അത് എവിടെ തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇന്ന് മനുഷ്യന്റെ ലോകം എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യന്റെ ഉദരമാണ്, അവന്റെ രോഗം. അതിനുശേഷം അവൻ വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണ് അവന്റെ പിന്നത്തെ ലോകം. വീട്ടിൽ നിന്നാണ് ആദ്യത്തെ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത്. അതിനുശേഷമാണ് അവൻ സ്കൂളിലും അതുപോലെ കോളേജിലും മറ്റു തലങ്ങളിലേക്കും ലോകത്തിലേക്ക് അവൻ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഈ പുതിയൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത്, ദൈവവചനം പകർന്നു കൊടുക്കേണ്ടതും ദൈവത്തിന്റെ ആഴങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നിവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നത്. ഇവിടെ യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നത് മിസ്രൈമിലാണ്. അപ്പൊ മിസ്രൈമിലെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ആദ്യമായിട്ട് അവിടെ കാണാൻ കഴിയുന്നത്, അവിടെ ജലപ്രളയത്തിന് ശേഷം ശേം, ഹാം, യാഫേത്ത് എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ടായി. ആ 3 ആൾക്കാരിലെ അത് ഹാമിന്റെ പുത്രനായിട്ടാണ് മിസ്രൈം എന്നുള്ള വാക്ക് നമുക്കിവിടെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ വളരെ ചിന്തിച്ചു കഴിഞ്ഞാൽ, മിസ്രൈമിന്റെ ചരിത്രം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ അതിശയമായിട്ട് തോന്നും. കാരണം അവർ വിശ്വസിച്ചിരുന്ന ദേവന്മാര്, അവർ വിശ്വസിച്ചിരുന്ന ദൈവമാര്, അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എബ്രായരുടെ ദൈവവും മിസ്രൈമിന്റെ ദൈവവുമായിട്ടുള്ള ഒരു താരതമ്യമായിരിക്കുന്ന ഒരു ചിന്തയും ഒരു പഠനം നമുക്ക് ഇവിടെ വളരെ ആവശ്യമാണ്. മിസ്രൈമുകാരുടെ ഏറ്റവും വലിയൊരു ദേവനായിരുന്നു ഒസിറീസ് എന്ന് പറഞ്ഞ ദേവൻ. ഈ ഒസിറീസ് ദേവന്റെ നാമത്തിലാണ് അവിടുത്തെ ഭൂപ്രകൃതികൾ മുഴുവനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തന്നെയല്ല അവിടെ പറയുന്നത് നൈൽ നദീതട സംസ്കാരം എന്നൊക്കെയാണല്ലോ. അപ്പൊ നൈൽ നദീതട സംസ്കാരം എന്ന് പറയുമ്പോൾ അവിടെ പലവിധമായിരിക്കും സംസ്കാരങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒസിറീസ് എന്ന ദേവനാണ് ഈ ഫറവോയായിട്ട്, അല്ലെങ്കിൽ ആ ദേവന്റെ നാമത്തിലാണ് ഫറവോ എന്ന വാക്കും അതുപോലെ തന്നെ അവിടെ ഭരണം നടത്തിയിരിക്കുന്നത്. ഫറവോ രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടാണ് ഇസ്രായേൽക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല ആ ഫറവോന്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിയാൽ ആ വ്യക്തി ചാമ്പലായിത്തീരും, അത് ഒരു ചാരക്കഷ്ണമായി തീരും. അപ്പൊ അങ്ങനെ വളരെ ഒരു ഭീതിജനകമായിരിക്കുന്ന ഒരു രാജാവായിരുന്നു ഈ ഫറവോൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഫറവോൻ എന്ന രാജാവ് അവിടെ എന്ന പേരുണ്ടാകാൻ വലിയൊരു കാര്യമുണ്ട്. പണ്ടൊരു കാലത്ത് ഇതുപോലെ തന്റെ ജനങ്ങളൊന്നുമില്ല, കുറച്ച് ജനങ്ങളൊക്കെ ഉള്ളല്ലോ. അങ്ങനെ പല സംസ്കാരങ്ങളുണ്ട്, വലിയ പട്ടിണിയും പരിവട്ടങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരിക്കലും ശീനാർ ദേശത്തു നിന്നും ഒരു മനുഷ്യന് റെക്യു എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷിക്കാരനുണ്ടായി. ഈ കൃഷിക്കാരന് വളരെ പട്ടിണിയും പരിവട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു കാര്യം ചെയ്യും. ഇസ്രായേലില് അത്
നൈൽ നദി തീരത്തിന്റെ അടുക്കൽ വളരെയേറെ ഫലപുഷ്ടിയായിരിക്കുന്ന ചോളവും ബാർലി അങ്ങനെ പലവിധമായിരിക്കുന്ന സമ്പൽ സമൃദ്ധി അവിടെയുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് ഈ രാജാവിനെ ഒന്ന് മുഖം കാണിച്ച്, ഫറവോ രാജാവിനെ ഒന്ന് മുഖം കാണിച്ച് ഈ തന്റെ സങ്കടങ്ങൾ ഉണർത്തിച്ച് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ റെക്കിയോൻ അവിടുന്ന് യാത്ര ചെയ്ത് ഈജിപ്തിലെത്തി. അങ്ങനെ ഈ മിസ്രൈമിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഇങ്ങനെ പെട്ടെന്നൊന്നും ചെന്ന് രാജാവിനെ മുഖം കാണിക്കാൻ കഴിയത്തില്ല. ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റത്തുള്ളൂ പ്രജകൾക്ക്. തന്നെ അന്നേരമാണ് ഈ രാജാവ് സങ്കടങ്ങള്, അതുപോലെ അവരുടെ പരാതികള്, അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവര് ഈ രാജാവ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു ദുഃഖത്തിന് കാരണമായി തീർന്നു. ഉടനെ തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും താൻ വലിയ ബുദ്ധിമാനായിരുന്നു ഈ മനുഷ്യൻ, ഇറക്കിയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി. ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഒരു പച്ചക്കറി കടകളിൽ ചെന്ന് ആ ചന്തയിൽ ചെന്നിട്ട് കുറെ പച്ചക്കറികളൊക്കെ ഓരോരുത്തർ മേടിച്ച് ഒരു ഇടനിലക്കാരനായിട്ട് ഈ മനുഷ്യൻ അവിടെ കച്ചവടം ആരംഭിച്ചു. പക്ഷെ എല്ലാ സ്ഥലത്തിലും ഉണ്ടല്ലോ ഈ കവലച്ചട്ടമ്പികൾ എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനെ എന്ത് ചെയ്തു? ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇല്ലാത്തൊരു മനുഷ്യൻ വന്ന് ഞങ്ങളെ എല്ലാവിധമായിരിക്കുന്ന അധികാരങ്ങളും തട്ടിയെടുക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാം ചെയ്തു. ഈ കവലച്ചട്ടമ്പികൾ എല്ലാവരും കൂടെ കൂടി ഈ ഗുണ്ടായിസം ഇവര് കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ വളരെ തല്ലി അടിച്ച് ഇനി മേലാൽ ഈ ദേശത്ത് കണ്ടുപോകരുതെന്നും പറഞ്ഞിട്ട് തല്ലി ഓടിച്ചു. അങ്ങനെ തല്ലി ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ചോദിച്ചു, ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഈ റെക്കോൻ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഒരു ശ്മശാന ഭൂമിയിലേക്ക് ചെന്നു, ഒരു ശവപ്പറമ്പിലേക്ക് ചെന്നു. ശവപ്പറമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇഷ്ടംപോലെ ശവങ്ങൾ ഇങ്ങനെ അടക്കാനായിട്ട് വരിക. ശവങ്ങളൊക്കെ ഇങ്ങനെ അടക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുറച്ച് ആൾക്കാരെ ഇയാളുടെ കൂട്ടത്തിൽ കുറെ ചട്ടമ്പികളെയും അതുപോലെ തന്നെ എല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്ന കുറെ ആൾക്കാരെ ഈ റെക്കോൻ കൂട്ടി. അങ്ങനെ കൂട്ടി കുറച്ച് നാള് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ശവപ്പറമ്പില് അവരുടെ അധികാരം ഈ ശവപ്പറമ്പിൽ ഇവര് കാണിക്കാൻ തുടങ്ങി. അപ്പോ ഇവരുടെ അധികാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശവം അടക്കണമെങ്കിൽ 200 സ്വർണ്ണ നാണയം ഇവർക്ക് നികുതി കൊടുക്കണം. അപ്പോ എന്നിട്ട് തന്നെയല്ല ഈ റെക്കോൻ പറഞ്ഞ കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് ഫറവോൻ കൽപ്പിച്ചൊരു കാര്യമാണ്, ഫറവോൻ അറിഞ്ഞിട്ട് പോലും ഇല്ല, ഫറവോൻ കൽപ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്തു? ഇയാളും ഇതിന്റെ അനുയായികളും എല്ലാം കൂടെ കൂടി ഇവരെ വളരെ ഒരു വലിയ സമ്പന്നന്മാരായി തീരാൻ തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് മുഖം കാണിക്കാനുള്ള ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ രാജാവ് മുഖം കാണിക്കാനുള്ള ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവിനെ ഒന്ന് കാണണമെന്നാണ് തന്റെ വിചാരം. തന്നെയല്ല ഈ സമയം കൊണ്ട് ഈ റെക്യോൻ എന്ന മനുഷ്യനും ഇവരുടെ കൂട്ടാളികളെല്ലാം വലിയ സമ്പന്നന്മാരായി തീർന്നു. അങ്ങനെ സമ്പന്നന്മാരായി തീർന്ന് ഈ രാജാവിനെ മുഖം കാണിക്കാനായിട്ട് ചെല്ലുക. അവിടെ രാജാവിനെ മുഖം കാണിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങളെല്ലാം പരാതികൾ മൊത്തം പറയുന്നത് ഈ ഒരു ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രാജാവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇയാള് നികുതിയായിട്ട് പണം പിരിക്കും. ഞങ്ങൾക്ക് മരണത്തിന് പോലും ഞങ്ങൾക്ക് ഒരു നികുതി ഞങ്ങൾക്ക് ചുമത്തിക്കൊണ്ട് മരണത്തിന് പോലും ഞങ്ങൾക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥയാണ്. മറ്റുള്ള എല്ലാം രാജാവെ നിങ്ങൾക്ക് നികുതിയൊക്കെ തരുന്നുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരാൻ. ഉടനെ തന്നെ ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പോഴത്തെ ഈ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? 10,000 നല്ല യുവാക്കന്മാർ 1000 പേര് ഇയാൾക്ക് മനോഹര രൂപിണികളായിരിക്കുന്ന സ്ത്രീകൾ ഉണ്ട്. അതുപോലെ തന്നെ നിധി കുംഭങ്ങള്, സ്വർണം, വെള്ളി എന്ന് വേണ്ട അവിടെ ഉണ്ടായിരുന്ന വിശേഷ വസ്തുക്കൾ എല്ലാം കൂടെ കൂടി ഈ രാജാവിന് മുമ്പിലേക്ക് കാഴ്ചവെച്ചു ഇയാള്. ഈ രാജാവ് എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കണ്ണഞ്ചിപ്പോയി. അപ്പം രാജാവ് ചോദിച്ചു, എന്നാലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം രാജാവിന് ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഇയാളുടെ ബുദ്ധി, ഇയാളുടെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു, നീ എന്താ ഈ കാണിച്ചത്? ഈ ശവത്തിന് വരെ നീ 200 സ്വർണ്ണ നാണയം നീ മേടിച്ചിട്ട് നീ ഈ പണി എന്താ കാണിച്ചെന്ന് ചോദിച്ചു. നീ ഇങ്ങനെ പോയാൽ നീ നിഷ്ഠൂരനായിരിക്കുന്നത്, നിന്നെ ഇനി ഫറവോൻ എന്ന് നിന്നെ വിളിക്കുന്നു. അങ്ങനെ ഈ മിസ്രയീമിലെ ഉണ്ടായിരുന്ന ഈ രാജാവ് ഈ റെക്യോൻ എന്ന് പറഞ്ഞിരുന്ന ഈ ദുഷ്ടനും അതുപോലെ തന്നെ കപടശാലിയുമായിരിക്കുന്ന ഇയാൾക്ക് കൊടുത്ത പേരാണ് ഫറവോൻ എന്ന് പറഞ്ഞ പേര്. അങ്ങനെയാണ് ഫറവോൻ എന്ന വാക്ക് അവിടെ ഉണ്ട്. ഫറവോൻ എന്ന വാക്കിന്റെ അർത്ഥം ഗൃഹം, അല്ലെങ്കിൽ മഹത്തായ ഗൃഹം, അല്ലെങ്കിൽ വലിയ വീട് എന്നാണ് ഈ ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ദൈവങ്ങളൊക്കെ ഇവരുടെ പ്രപഞ്ച സൃഷ്ടികളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ വളരെ നമുക്ക് അതിശയം തോന്നുന്ന വിധത്തിലാണ് ഇവരുടെ പെരുമാറ്റം മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫറവോൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ അവിടുത്തെ മിസ്രൈമിന്റെ ദൈവമാണ്. അവരുടെ രാജാവ് എന്തു പറയുന്നോ രാജമൊഴിക്ക് പിന്നെ ഒരു എതിർമൊഴിയില്ല. അത്രയ്ക്കും ഒരു പ്രഗത്ഭനായിട്ടാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ദൈവമായിട്ടാണ് മിസ്രൈംകാര് ഇവിടെ ഈ ഫറവോൻ എന്ന രാജാവിനെ
ആദരിക്കുകയും വണങ്ങുകയും അവന്റെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ മിസ്രൈം അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വായിച്ചത് ആ യോസേഫിനെ അറിയാത്തൊരു തലമുറ. അപ്പൊ യോസേഫിനെ അറിയാത്തൊരു തലമുറ എന്ത് ചെയ്തു? ഈ തലമുറകൾക്ക് ഈ ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഫറവോന്റെ അടുത്തോ ഇതൊന്നും ഈ യോസേഫ് സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ജോസഫിനെ അറിയുന്ന ഒരു ജനത ദൈവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ആർക്കും പകർന്നു കൊടുത്തിട്ടില്ല. ഇന്നത്തെ കാലത്തും അതെ, വരുന്ന കാലങ്ങളിലും അതെ, ദൈവത്തെ അറിയാത്തൊരു വലിയ തലമുറ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ പ്രഭാത പുസ്തകത്തിൽ സംഭവിക്കുമ്പോൾ ഒരു 350 വർഷത്തെ ഒരു ഇടവേള, ഒരു ഒരു കാലമുണ്ട് ഇതിനകത്ത്. തന്നെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് വളരെ മുമ്പ് തന്നെ അബ്രഹാം എന്ന മനുഷ്യനോട് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അവിടെ ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു, നിന്നെ ഒരു ദേശം ഞാൻ കാണിക്കാം, അവിടെ പോയി അവിടെ ചെന്ന് നീ താമസിക്കാൻ പറഞ്ഞ അവരെ പറഞ്ഞു വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അല്ലെങ്കിൽ അബ്രഹാമിനോട് ചോദിച്ചു, എന്താണ് നീ എനിക്ക് തരാൻ പോകുന്നത്? പറഞ്ഞു, എനിക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് മക്കളെ തരണമെന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്തു? മക്കളെ തരാമെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ അബ്രഹാമിന് ഒരു സംശയം പോലെ തോന്നി. അബ്രഹാം പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ, എനിക്ക് ഇതൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കും എന്നുള്ളതിന് എന്താണ് തെളിവ്? അപ്പോഴത്തേക്കും പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം, 3 വയസ്സുള്ള ഒരു കോലാടനെ കൊണ്ടുവരണം, 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവരണം, ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവ് കുഞ്ഞിനെയും കൊണ്ടുവരണം. അപ്പൊ ദൈവത്തിന് യാഗം കഴിക്കുക അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് ഇഷ്ടമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അബ്രഹാമിന്റെ ആ ജീവിതത്തിൽ അവനൊരു വലിയ ഒരു യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം ദൈവം അവനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിന്റെ അനുസരിച്ച് യാഗവസ്തുക്കളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ഈ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ അബ്രഹാം ഒരു കാര്യം മാത്രം ചെയ്തില്ല. നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, ഈ പ്രാവും കുഞ്ഞിനെയും പ്രാവിനെയും അതിനെ പിളർന്ന് അല്ലെങ്കിൽ അതിന്റെ തലയൊക്കെ പിരിച്ച് അതിന്റെ രക്തം വീഴിക്കണമെന്നൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതെന്ത് ചെയ്തു? അബ്രഹാം ഈ പ്രാവിനെ ഇത് 2 പിളർക്കുകയോ രക്തം ഒഴുക്കുകയോ ചെയ്യാതെ അത് റാഞ്ചൽ പക്ഷികളൊക്കെ ഇറങ്ങി വന്നപ്പോൾ അതിനെ ആട്ടിക്കളയുകയും ചെയ്തു. ഇവിടെ വെച്ച് വലിയൊരു ഗാഠനിദ്ര ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു ഉറക്കം ഉണ്ടായി, വലിയ അന്ധതാമസം ഇവന്റെ ഹൃദയത്തിൽ, വലിയൊരു ഭീതി ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഭീതി ഉണ്ടായപ്പോഴത്തേക്കും യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ജനം ഈ ദേശത്തല്ല, സ്വന്തം ദേശത്തല്ലാതെ 400 വർഷം നിങ്ങൾ എന്ത് ചെയ്യും? അടിമകളായി തീരും എന്ന് പറഞ്ഞു. ആ പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണമാണ്, അല്ലെങ്കിൽ ഉൽപ്പത്തിയുടെ ബാക്കി പത്രമാണ്, ബാക്കി ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നതെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതിനു മുമ്പ് തന്നെ, ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി. യോസേഫ് ആദ്യം തന്നെ മിസ്രൈമിലേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിനുശേഷമാണ് 70 പേര് വലിയ ക്ഷാമത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെയും അവർ ഇറങ്ങിപ്പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവരിങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവിടെ എന്ത് ചെയ്തു? ഇവരെങ്ങനെ ഈ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, അബ്രഹാമിനോട് പറഞ്ഞ ഈ അരുളപ്പാടുകൾ, ഈ പുതിയ തലമുറകൾക്ക് ഇവർ ദൈവത്തെ കൈമാറാതെ, ദൈവത്തെ അറിയാതെ, ദൈവത്തിന്റെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാതെ വന്ന് അവരവിടെ അടിമകളായി തീർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു വലിയ അനുസരണക്കേട് ഇവിടെ നമുക്ക് ഈ ഇസ്രായേൽ ജനത്തിൽ അല്ലെങ്കിൽ എബ്രായക്കാരുടെ ഇടയിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഇവര് മുന്നോട്ട് പോയിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ സംഭവിക്കുന്നത്. പുതിയൊരു രാജാവ് ഇവിടെ വരികയും ദൈവത്തെ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഈ ജനത ചരിത്രപരമായിട്ട് ഇവർ എബ്രായരുടെ ദൈവം എന്താണെന്നും അതുപോലെ മിസ്രൈംകാരുടെ ദൈവം എന്താണെന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു രീതി ഈ ദൈവം ഇവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയും തന്നെയല്ല, ഇനി ഇവരെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഇവരെ കഷ്ടപ്പെടുത്തുന്ന ഫറവോനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും ഉള്ളൊരു ചിന്ത വരികയും, അങ്ങനെയാണ് ഈ ചരിത്രത്തിന്റെ നിവൃത്തി എന്നോണം അബ്രഹാം പിതാവിനോട് പറഞ്ഞ ആ പ്രവചനം ഇവിടെ നിവൃത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഇവരെ പീഡിപ്പിക്കുകയാണ്. എന്തുമാത്രം പീഡിപ്പിക്കുന്നു! പീഡിപ്പിക്കും തോറും ഇവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫറവോൻ എന്ത് ചെയ്തു? ആ സംഭാര നഗരങ്ങളെല്ലാം അവരെ കൊണ്ട് പണിച്ചു. അപ്പൊ അതിനൊക്കെ മുമ്പ് മിരിമേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഭവം അതിന് മുമ്പ് തന്നെ അവർ പണിതിരിക്കുന്ന കാര്യമാണ്. തന്നെയല്ല ഇവർ വലിയ സൂത്രശാലികളും ബുദ്ധിമാന്മാരുമാണ് ഈ മിസ്രൈംകാരെന്ന് പറയുന്നത്. തന്നെയല്ല അവർക്ക് രസതന്ത്രത്തെ കുറിച്ച് വളരെ അറിവുള്ള മനുഷ്യരായിരുന്നു. ശവശരീരം എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ അവരിൽ നിന്നാണ് നമുക്ക് പാപ്പറസ് ചെടിയിൽ നിന്നുള്ള ആ ആദ്യത്തെ എഴുത്ത് നമുക്ക് ലഭിച്ചത്. അങ്ങനെ പലവിധമായിരിക്കും വലിയ സംഭാവനകൾ നമുക്ക് ലോകത്തിന് വേണ്ടി ഈ ഈജിപ്തുകാർ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള വളരെ സൂത്രശാലികളും വളരെ തന്ത്രശാലികളുമായിരിക്കുന്ന ഇവർക്ക് ഈ യഥാർത്ഥമായിരിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു ചിന്തയോ വിചാരമോ ഇവർക്ക് ഇല്ലാതെ വന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഇവര് ഇവരുടെ ചിന്ത എന്താണ്? ഇവരുടെ ഈ ദേശത്തെ ഈ ഇസ്രായേലായിരിക്കുന്ന അല്ലെങ്കിൽ എബ്രായരായിരിക്കുന്ന ഇവർ ഈ ദേശത്തെ മുഴുവൻ അടക്കി നമ്മളെ അടിമകളാക്കി നമ്മളെ ഇവിടുന്ന് കൊന്നുകളഞ്ഞ് ഈ ദേശം മുഴുവൻ ഇവരുടെ കൈക്കീഴിലാക്കും കാൽക്കീഴിലാക്കും എന്നുള്ള ഭയത്തോടു കൂടിയാണ് ഫറവോൻ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അനുസരണക്കേട് ഒരിക്കലും ദൈവം വെച്ചു പൊറുപ്പിക്കില്ല. അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. അബ്രഹാമിനോടുള്ള യാഗത്തിന്റെ നിയമം കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ യോസേഫിനെ അറിയാത്ത അല്ലെങ്കിൽ യോസേഫ് ആരാധിച്ച ദൈവത്തെ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഹെബ്രയർ എന്ന് പറഞ്ഞിരിക്കുന്ന ജനം വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അനുസരണക്കേടിന്റെ ഒരു വിത്തുകൾ മനുഷ്യരുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ പാകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അത് പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ദൈവം ഈ കാര്യങ്ങൾ ഈ സംഭവങ്ങളിൽ നിന്നും ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ചരിത്രത്തിന്റെ താളുകൾ കുറച്ചുകൂടെ നമുക്ക് ആധികാരികമായിട്ട് പഠിക്കുകയും അങ്ങനെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, അനുസരണക്കേടാണോ നമ്മൾ കാണിക്കുന്നത്, ഇങ്ങനെ പുതിയൊരു തലമുറ ദൈവത്തെ അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടോ, ഇതൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്കുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണെന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനുള്ള ബന്ധത്തില് നമുക്ക് അടുത്ത ദിവസങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ആരെയൊക്കെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അതുപോലെ നമ്മളുടെ ഗുരുക്കന്മാരെ അനുസരിക്കണം. അപ്പോൾ അനുസരണം യാഗത്തെക്കാൾ നല്ലതാണെന്നാണല്ലോ നമ്മളുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അനുസരണം ഉള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അനുസരണം പഠിക്കാൻ വേണ്ടി കർത്താവിന്റെ ഈ വചനങ്ങൾ മുഴുവൻ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഇതിൽ അടങ്ങിയിരിക്കുന്ന ചിന്തകളെയും വിചാരങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും.